കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങളെ നമുക്ക് ഓർക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, അത് ഈ 2024 നമ്മളെ വിട്ടുപോകുമ്പോൾ 2025 കാലുകുത്തുവാൻ സ്വർഗം തന്ന ഭാഗ്യ പദവികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മൾ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടോ പ്രാപ്തി കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടൊന്നുമല്ല. ദൈവം കൃപയും അതെ കരുണയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തയുള്ള നല്ല ദൈവമാകയാൽ കഷ്ടതയിലും പ്രതികൂലത്തിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നപ്പോഴും ദുഃഖങ്ങളും അതെ ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിച്ച ഈ 24 നമ്മളെ വിട്ടുപോകുമ്പോഴും സന്തോഷവും സമാധാനവും ലോകം തരാത്ത സമാധാനം തന്ന് നമ്മളെ നടത്തിയ വിധങ്ങളെ നമ്മൾ ഒന്നുകൂടെ ഓർത്തുകൊണ്ട് നമുക്ക് ഈ പാട്ട് എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ച് കൺമണി പോൽ കരുതിയവൻ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ജീവിതത്തിൻ മേടുകളിൽ ഏകനെന്നു തോന്നിയപ്പോൾ, ധൈര്യം നൽകിയിടും വചനം നൽകി, ധൈര്യം നൽകിയിടും വചനം നൽകി, നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? ഭാരം ദുഃഖമേറിയപ്പോൾ, മനം നൊന്തു കലങ്ങിയപ്പോൾ, ഭാരം ദുഃഖമേറിയപ്പോൾ, മനം നൊന്തു കലങ്ങിയപ്പോൾ, ചാരയണച്ചു ആശ്വാസം നൽകി, ചാരയണച്ചു ആശ്വാസം നൽകി, നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? കൂട്ടുകാരിൽ പരമായെങ്കിൽ ആനന്ദ തൈലം പകർന്നു, കൂട്ടുകാരിൽ പരമായെങ്കിൽ ആനന്ദ തൈലം പകർന്നു, ശത്രുമധ്യയൻ തല ഉയർത്തി, ശത്രുമധ്യയൻ തല ഉയർത്തി, നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ?
നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? കഷ്ടതയിലും കരം പിടിച്ച് കൺമണി പോൽ കരുതിയവൻ നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? നാഥൻ നടത്തിയ വിധങ്ങളോർത്താൽ നന്ദിയേകിടാതിരുന്നിടുമോ? കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യം വായിക്കാം. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവമക്കൾ 2 മണ്ഡലങ്ങളിലാണ് ജീവിക്കുന്നത്, ക്രിസ്തുവിലും ലോകത്തിലും. ക്രിസ്തുവിൽ സമാധാനം, ലോകത്തിൽ കഷ്ടം. ലോകത്തിൽ കഷ്ടമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് പീഡയുണ്ടെന്ന് കാണിക്കാൻ മാത്രമല്ല, ലോകജീവിതം മൊത്തത്തിൽ കഷ്ടവും പോരാട്ടവും ഉള്ളതാണെന്ന് കാണിക്കുവാനാണ്. തൻ്റെ ശിഷ്യന്മാരെ പകയ്ക്കുകയും പിന്തുടരുകയും പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും വെറുതെ കുറ്റപ്പെടുത്തുകയും മറ്റും ചെയ്യുമ്പോൾ അവർ ക്രിസ്തുവിൽ സമാധാനം ഉള്ളവരായിരിക്കണം. അതായത് ക്രിസ്തുവിൽ സമാധാനം ഉണ്ടാകണമെന്ന ലക്ഷ്യത്തിലാണ് ഈ കാര്യം ശിഷ്യന്മാരോട് നമ്മുടെ യേശു കർത്താവ് പറയുവാൻ കാരണമായത്. പ്രിയ ദൈവപൈതലേ, നമ്മുടെ വിഷമതകൾ ലോകത്തിലാണ്. എന്നാൽ ലോകത്തിൻ്റെ വിഷമതകൾക്ക് നമ്മുടെ സമാധാനം ഇല്ലാതാക്കുവാൻ ഒരു കാരണവശാലും കഴിയുകയില്ല. കാരണം യേശു ലോകത്തിൻ്റെ മേൽ വിജയം വരിച്ചിരിക്കുകയാണ്. അതായത് സാത്താൻ്റെ ഭരണത്തിൻ്റെ മേലും ശക്തിയുടെ മേലും, ഒന്നുകൂടി പറഞ്ഞാൽ തൻ്റെ പുനരുത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു. എങ്കിൽ പരീക്ഷകളെയും ലോകത്തെയും സാത്താനെയും ജയിച്ചവൻ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, കർത്താവ് ജയിച്ച ലോകത്തെ അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് ജയിക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ഏത് തരത്തിലുള്ള കഷ്ടതയിൽ കൂടി നാം കടന്നു പോയാലും നമുക്ക് ധൈര്യപ്പെടാം എന്ന് പറയുവാൻ കാരണം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം നാം പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ആകയാൽ നമ്മുടെ വിഷമതകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും അവൻ്റെ സമാധാനത്താൽ അവൻ നമ്മെ നിറയ്ക്കുകയും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ കർത്താവിൽ അടിയുറച്ച് മുന്നോട്ട് ജീവിതയാത്ര തുടരുകയാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീന്ന് പറഞ്ഞ കർത്താവ്, ഹല്ലേലൂയ, നമ്മളോട് അങ്ങനെ പറയുമ്പോൾ തന്നെ കർത്താവ് കഷ്ടം അനുഭവിക്കാതാണോ പോയത്? കർത്താവും ശരിക്കും കഷ്ടതയ്ക്കകത്തൂടെ കടന്നുപോയി ആ കഷ്ടത ഒരു മാതൃകയാക്കി തന്നിട്ടാണ് ആ കഷ്ടതയുടെ ഓരോ കഷ്ടതയുടെ നടിച്ചുഴിൽ കൂടി കർത്താവ് പോകുമ്പോഴും അതെല്ലാം നമ്മൾ അതിനെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു 100% ആയിരിക്കാം നമുക്ക് ഉള്ള കഷ്ടത. അപ്പോൾ തന്നെ നമുക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥകളാണ്. തൻ്റെ ശിഷ്യന്മാരോടും കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിൽ ധൈര്യപ്പെടുവീൻ,
ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ 12 ശിഷ്യന്മാരും കർത്താവിൻ്റെ കഷ്ടതകളും പ്രതികൂലങ്ങളും എല്ലാം കണ്ടതാണ്. അപ്പോൾ തന്നെ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അനവധി കഷ്ടങ്ങൾക്കകത്തൂടെ കർത്താവ് ഓരോ ദേശത്തേക്ക് കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടങ്ങളിൽ ഓരോ ഊരുകളിലൊക്കെ കയറുമ്പോഴും അല്ലെങ്കിൽ ഓരോ വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കത്തിലും ഓരോ രോഗികളെ, ഭൂതഗ്രസ്തരായവരെ, ശാപഗ്രസ്തരായവരെ, അല്ലെങ്കിൽ ശൂന്യതയിൽ കൂടി കടന്നു പോകുന്നവരെ, പലവിധത്തിലുള്ള തകർച്ചയ്ക്കകത്തൂടെ കടന്നു പോകുന്നവരുടെയൊക്കെ ഇടയിൽ കൂടി കർത്താവ് പോകുമ്പോഴും അവിടെ ആ കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുന്നവരുടെ കണ്ണുനീര് കണ്ടിട്ട് കർത്താവ് അവരുടെ കൂടെ കരയുവാനിടയായി. ഒരിക്കൽ ശമരിയ പട്ടണത്തിലെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോൾ ഹല്ലേലൂയ, ശിഷ്യന്മാർ അവിടെ ചെന്നപ്പോൾ അവിടെ ആ ദേശത്തിലുള്ള ജനമൊക്കെയും കർത്താവിനെയും ശിഷ്യന്മാരെ ഒരു വല്ലാത്ത രീതിയിൽ നോക്കുകയും അല്ലെങ്കിൽ പുച്ഛിച്ചു നോക്കുകയും, ചിലർ കർത്താവിനെ തുപ്പിയിട്ടുണ്ട്. അല്ലെങ്കിൽ ശിഷ്യന്മാരെ തുപ്പിയപ്പോൾ ശിഷ്യന്മാർ പ്രതികരിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്, അത് അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അവർ ചെയ്തതിന് നമ്മൾ തിരിച്ചു ചെയ്യരുത് എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്? ശിഷ്യന്മാരെ തുപ്പിയപ്പോൾ ശിഷ്യന്മാരെന്തോ പറഞ്ഞു, അത് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു സമയത്ത് യഹൂദന്മാർ ശമരിയയിൽ ഉള്ള ജനവുമായിട്ട് ഇടകലരാൻ പാടില്ല എന്ന് പറയുമ്പോഴും, അതെ, ശമരിയക്കാരെ അത്രത്തോളം പുച്ഛത്തോടെ കാണുമ്പോഴും അവരിവിടെ ഈ ദേശത്തേക്ക് വരുമ്പോൾ, യഹൂദന്മാർ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്കൊരു ശരിക്കും വിഷമതയുണ്ട്, ആ ഒരു വേദനയുണ്ട്, ആ സങ്കടമുണ്ട്, ആ മുറിവുണ്ട്, ആ ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തതെന്ന് കർത്താവിനറിയാം. പക്ഷേ ശിഷ്യന്മാരോ പെട്ടെന്ന് പ്രതികരിക്കാൻ തുടങ്ങി. എന്നാൽ കർത്താവ് അവരെ പറഞ്ഞിട്ട് മനസ്സിലാക്കി, നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അവരുടെ ചെരുപ്പ് നിങ്ങൾ ഇടണം, എങ്കിൽ മാത്രമേ അവരുടെ വേദന നിങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലാക്കണം. നമ്മളെ ഒരു വ്യക്തി ഏതെങ്കിലും തരത്തിൽ സങ്കടപ്പെടുത്തുന്ന വാക്കുകളോ അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുന്നോ അല്ലെങ്കിൽ നിന്ദിക്കുന്നോ പരിഹസിക്കുന്നോ വാക്കുകൾ പറയുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്തെ വേദനയും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ആകാം. അതുകൊണ്ട് നമ്മൾ അവരോട് ക്ഷമിക്കാൻ തക്കവണ്ണം ദൈവത്തോട് കൃപ യാചിക്കണം. പെട്ടെന്ന് നമുക്ക് ക്ഷമിക്കാനൊന്നും കഴിയത്തില്ല എങ്കിലും പല സാഹചര്യങ്ങളിലും ദൈവത്തോട് കൃപ ചോദിച്ച് നിരപ്പ് പ്രാപിച്ച് സമാധാനമുള്ളവരായി, അതെ, ലോകത്തിൻ്റെതായ പ്രതികൂലങ്ങളും കഷ്ടങ്ങളും നമ്മളെ ഒന്നൊന്നായിട്ട് നിന്ദയും പരിഹാസവും ഒറ്റപ്പെടലുകളും, അതെ, ആരുമില്ലെന്ന് ചില സമയത്ത് തോന്നുമ്പോഴും, അല്ലെങ്കിൽ ഏറ്റവും സ്നേഹിക്കുന്ന മാതാവോ പിതാവോ ആരെങ്കിലും ഉണ്ടായിരിക്കും നമ്മുടെ കൂടെ എന്ന് ആ സമയത്ത് അവർ പോലും കാണാത്ത ചില സിറ്റുവേഷൻ നമുക്ക് വരുമ്പോഴും, ഇന്ന് എന്നെ ഒരു സിസ്റ്റർ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ആൻറ്റി, എനിക്ക് വളരെ വല്ലാത്ത മാനസികമായി ഞാൻ അങ്ങ് സംഘർഷം അനുഭവിക്കുക. എൻ്റെ ഈ വേദനയിൽ എന്നെ ഒരു ശകലം പോലും ആശ്വസിപ്പിക്കാനോ എനിക്കൊരു നല്ല വാക്ക് പറയുവാനോ ആരുമില്ല. ഇന്ന് ആൻറ്റി എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ആശ്വാസവും എനിക്കൊരു എനർജിയുമായി, ഞാൻ കർത്താവിനോട് കൂടുതലൊരു സമ്പർക്കമുണ്ടാകുവാൻ കാരണമായി എന്ന് പറയുമ്പോൾ, ഒരിക്കൽ ഞാനും ഇങ്ങനെ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ, എന്നോടൊരു മോളെ വിഷമിക്കണ്ട എന്ന് പറയാൻ ആരുമില്ലല്ലോ എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ എൻ്റെ മുന്നിലുമുണ്ട്. അപ്പോൾ പ്രിയ ദൈവപൈതലേ, എനിക്ക് നിന്നോട് പറയാനുള്ളൊരു കാര്യം, ആരെങ്കിലും കഷ്ടതയിൽ കൂടി പോകുകയാണെങ്കിൽ, പ്രതികൂലത്തിൽ കൂടി പോകുകയാണെങ്കിൽ, അതെ, ലോകം തരാത്ത ഒരു സമാധാനം നിൻ്റെ അകത്ത് കർത്താവ് തന്നിട്ടുണ്ട്. ആ സമാധാനം നമ്മൾ മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ കടംപെട്ടവരാണ്. ലോകം തരുന്ന സമാധാനം അത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. പലപ്പോഴും എൻ്റെ കൂട്ടുദാസൻ ഞങ്ങൾ ഒരുമിച്ച് സുവിശേഷ വേല ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പല്ലവിയായിരുന്നു, പറയുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങൾ കുറച്ച് നേരത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം ഒരു സീരിയൽ കാണുന്നോ ഒരു സിനിമ കാണുന്നതോ അല്ലെ ലോകത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ ഒരു ആശ്വാസം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങളുടെ സങ്കടമോ ദുഃഖമോ പഴയ കഷ്ടതകളോ പ്രതികൂലമോ മാറാറുണ്ടോ എന്ന് ഇവിടെ എൻ്റെ കൂട്ടുദാസൻ പലരോടും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. സത്യമല്ലേ അത്? ഞാനതിങ്ങോട്ട് കടമെടുത്ത് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ, കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ ആ സമാധാനം.
എന്നാൽ ഹല്ലേലൂയ ആ കണ്ടു കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് അതിൻ്റെ ആ സീരിയലാണോ സിനിമയാണോ എന്താണോ, എന്തെങ്കിലും ഒരു കോമഡി ഷോയാണോ, എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കണ്ടു കഴിഞ്ഞിട്ട് അന്നേരം ഒന്ന് സന്തോഷവും ചിരിയും ബഹളവും ഒക്കെ ആയിരിക്കും. പിന്നെയും ഏതെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ രോഗത്തിൻ്റെ അടിമയായിരിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഭവനത്തിലെ എന്തെങ്കിലും പ്രതികൂലമാണെങ്കിലോ, അല്ലെങ്കിൽ തലമുറകളെക്കുറിച്ചുള്ള ഏതെങ്കിലും ദുഃഖത്തിൽ കൂടി ആയിരിക്കുമ്പോഴായിരിക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ പിന്നെയും ആ സ്ഥിതിക്ക് ഒരു മാറ്റം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ആമേൻ, സ്തോത്രം. എന്നാൽ കർത്താവ് തരുന്ന ആ സമാധാനം അത് ലോകം തരാത്ത ഒരു സമാധാനമാണ്. ലോകം തരുന്ന ഒന്നിലും നമുക്ക് ഒരു സമാധാനമോ സന്തോഷമോ സംതൃപ്തിയോ കിട്ടാൻ സാധ്യത കുറവാണ്. അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. എന്നാൽ കർത്താവ് എന്ന് പറയുന്നത് ഒരു സമാധാനമാണ്. യേശുവിൻ്റെ പേര് പറയുമ്പോഴേ എനിക്ക് സമാധാനമാണ്. കർത്താവിനെ ഞാൻ ഇന്ന് ആ സഹോദരിയോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാനും നിങ്ങളുമായിട്ട് സംസാരിച്ചു, അത് കർത്താവ് തന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നു. എങ്കിലും ഹല്ലേലൂയ, നിങ്ങൾക്ക് വേദന വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നെ വളരെ വേദനയോടൊരു സമയത്ത് എന്നെ വിളിക്കുമ്പോൾ എന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഞാൻ വല്ല മീറ്റിങ്ങിലോ കാര്യങ്ങളിലോ ഒക്കെ ആയിരിക്കും, നിങ്ങൾ ഒത്തിരി സങ്കടപ്പെട്ട് ഇരിക്കുമ്പോഴായിരിക്കാം എന്നെ നിങ്ങൾ ആശ്രയിച്ച് എന്നെ ഒന്ന് വിളിക്കുന്നത്. അന്നേരം ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ കിട്ടിയെന്ന് വരത്തില്ല. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന സമാധാനമെല്ലാം ഒരു പരിധി വരെ ഉള്ളൂ. എന്നാൽ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ സമാധാനം, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആ ആശ്വാസം, അത് ലോകം തരാത്ത ഒരു ആശ്വാസമാണ്. ആ കർത്താവിൻ്റെ നാമത്തെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ, കർത്താവിനെ ഞാൻ കണ്ടിന്യൂ വളരെ സങ്കടപ്പെട്ട് കഷ്ടം അനുഭവിക്കുന്ന ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ ചില മനസ്സ് മൊത്തം ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചു നേരം പോയി ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോൾ പിന്നെ എൻ്റെ ആ ദുഃഖം എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് ആ സമാധാനം എന്നിലേക്ക് പ്രവഹിക്കുമ്പോൾ പിന്നെ ഈ ലോകത്തിൻ്റേതായ അസ്വസ്ഥതകളിൽ നിന്ന് എന്നെ പൂർണ്ണമായി വിടിവിപ്പാൻ എൻ്റെ ദൈവം സർവശക്തനാണെന്ന് എൻ്റെ ഹൃദയത്തിനകത്തത് പതിക്കുമ്പോൾ, ആ ദൈവിക സമാധാനം അകത്ത് വരുമ്പോൾ, ഈ ലോകം തരാത്തൊരു സമാധാനമാണ് എൻ്റെ കർത്താവിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത്. ഇന്ന് നീ ഏതെങ്കിലും വിഷയത്തിനകത്ത് തകർന്ന് തരിപ്പണമായിട്ട് എനിക്ക് ഒരു സ്റ്റെപ്പും വെക്കാൻ കഴിയത്തില്ല എന്ന് ഭാരപ്പെട്ടിരിക്കുകയാണോ? ഇന്നെന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ബ്രദർ ഭയങ്കര മദ്യപാനമാ സിസ്റ്ററെ, ഒരൊറ്റ മോനേ ഉള്ളൂ, എൻ്റെ ഒരു ആങ്ങളെ, ഞങ്ങൾ 3-4 പെൺപിള്ളാരാ. പക്ഷെങ്കിൽ ഹല്ലേലൂയ, അവൻ ഭയങ്കര മദ്യപാനമാണ്, അവൻ നേവി ജോലിയുണ്ട്. ഹല്ലേലൂയ, എന്നാൽ ആ ജോലിയൊക്കെ കിട്ടിയാലും അവൻ ഭയങ്കര, ഞങ്ങൾക്ക് സങ്കടം കൊണ്ട് വയ്യ. ഹല്ലേലൂയ, എൻ്റെ ഫാദർ ഇന്ന സിറ്റുവേഷനിൽ കിടക്കുന്നു, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. വൈഫ് വളരെ വേദനയോടിരിക്കുന്നു, ഒരു പിഞ്ചു കുഞ്ഞുണ്ട്. ഹല്ലേലൂയ, വളരെ പിഞ്ചു കുഞ്ഞിനോട് പോലും മദ്യപിച്ചിട്ട് ക്രൂരമായി ഇടപെടുക. അപ്പോൾ ആ ഭവനത്തിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. സമാധാനമില്ല. എന്നാൽ ഒരു അല്പസമാധാനത്തിനാണ് എന്നെ ഒന്ന് വിളിച്ചത്. അവർക്കറിയത്തില്ല കർത്താവിനെ വിളിച്ചാൽ അല്പസമാധാനം കിട്ടുമെന്ന് അറിയത്തില്ല ആ സാധു സ്ത്രീക്ക്. പക്ഷേ ഞാൻ പറഞ്ഞു, അവരെ സമാധാനിപ്പിച്ച്, അവരെ ഞാൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിട്ട് കർത്താവിൻ്റെ വചനമൊക്കെ പറഞ്ഞ് ബലപ്പെടുത്തിയപ്പം എന്നോട് പറഞ്ഞു, അല്പസമയം സിസ്റ്ററുമായിട്ട് അല്പസമയം ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് നല്ലൊരു തണുപ്പായി, എൻ്റെ ഹൃദയത്തിനകത്തൊരു ആശ്വാസമായി, എന്തൊക്കെയോ എനിക്കൊരു സമാധാനം കിട്ടി. അത് കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷിച്ചു. കാരണം ലോകം തരാത്ത ഒരു സമാധാനം, അത് കർത്താവിൽ നിന്ന് തന്ന സമാധാനം, അതെനിക്ക് ലഭിച്ചത് ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ അവരും സന്തോഷമായപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിനക്ക് ഏതെങ്കിലും കാര്യത്തിൽ നീ കഷ്ടത്തിൽ കൂടി പോവുകയാണോ? ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി തന്നെ നടന്നു പോകുമ്പോഴാകാൻ പ്രാർത്ഥിക്കാനുള്ളൊരു സാവകാശം കിട്ടുന്നില്ല. പ്രതികൂലമായ സിറ്റുവേഷനാണ്, വീട്ടിനകത്തെ ചുറ്റുപാട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള വിഷയം എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രശ്നത്തിൽ കൂടി പോവുകയാണെങ്കിലും നിന്റെ ഹൃദയവും ദൈവവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നത് ലോകത്താരും അറിയുന്നില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവമേ എന്നൊന്ന് ദീർഘശ്വാസത്തിൽ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഒരു ഷെക്കേന, ദൈവത്തിൻ്റെ ഒരു തേജസ്, ദൈവത്തിൻ്റെ ഒരു സമാധാനം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ അത് ലോകം തരാത്ത സമാധാനമാണ്. അതുകൊണ്ട് എന്തും നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കും, പൈസ കൊടുത്താൽ എന്തും ലഭിക്കും. പക്ഷേ സമാധാനം എന്ന് പറയുന്നത് ലഭിക്കണമെങ്കിൽ കർത്താവിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ പ്രിയ ദൈവ പൈതലേ.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ നിരന്തരം ദൈവവുമായി നല്ല ആഴമായ ബന്ധം സ്ഥാപിച്ച് ഏതൊക്കെ പ്രശ്നങ്ങൾക്കകത്തൂടാ നിങ്ങൾക്കൊരിക്കലും ചിന്തിക്കുവാൻ കഴിയാത്ത പ്രതികൂലത്തിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട. കർത്താവ് ഒരു സമാധാനമാണ്. അപ്പോൾ പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന സമാധാനമല്ല, ലോകം തരാത്തൊരു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനത്തിൽ നമ്മൾ അതെ ഹൃദയം കൊടുത്ത് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലവും സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഹല്ലേലൂയ. ഇസ്രായേലിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ആ കാലത്ത് അവരേതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്ന് കയറുമ്പോൾ അവിടെ ഷാലോം എന്ന് പറയും, അതായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറയും. അപ്പം ആ സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഭയങ്കര അകത്തൊരു തണുപ്പാ പ്രിയ ദൈവത്തിലെ. സമാധാനമായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും ദൈവം നടത്തും എന്ന് പറയുമ്പോൾ തന്നെ വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയുമ്പോൾ അവർക്കൊരാശ്വാസമാണ്. അങ്ങനെ ഇന്ന് പകൽക്കാലം നിങ്ങൾ എവിടെ കടന്നു പോകുന്നോ, നിങ്ങൾ ഏതെങ്കിലും ദുഃഖത്തിൽ കൂടിയാണോ കടന്നു പോകുന്നത്, അവിടെ ദൈവവുമായുള്ള നല്ല ആഴമായ ബന്ധം സ്ഥാപിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വെള്ളങ്ങളുടെ മേൽ ആത്മാവ് പരിവർത്തിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഷെക്കേന, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിച്ച് നിങ്ങളെപ്പോലെ കഷ്ടം അനുഭവിക്കുന്ന അനേക വ്യക്തികളെ സമാധാനിപ്പിക്കാൻ തരുന്ന ദൈവിക സമാധാനം അത് ജീവൻ്റെ നദി പോലെ ഒഴുകട്ടെ. ദേശങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക്, ലോകരാജ്യങ്ങളിലേക്ക് അത് ഒഴുകട്ടെ. ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് ലോകത്തെ നിറയ്ക്കട്ടെ. ഇന്ന് ലോകത്തിൽ ഏറ്റവും ലഭിക്കാത്ത ഒരു വിഷയമാണ് സമാധാനം. ഒരു ദൈവത്തെ വിളിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവിക സമാധാനം ലഭിക്കത്തുള്ളൂ. എന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം, ഇടവിടാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക. നമുക്ക് കിട്ടിയ സമാധാനം നമ്മൾ കർത്താവ് നിമിത്തം കടക്കാരായതുകൊണ്ട് നമുക്ക് ലഭിച്ചത് ഔദാര്യമായി മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മറ്റുള്ളവരെ സമാധാനിപ്പിക്കുവാനും ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക പിതാവേ. കർത്താവെ, ഞങ്ങളിവിടെ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന നിൻ്റെ മക്കളും ഇനി കേൾക്കുവാനിരിക്കുന്ന നിൻ്റെ മക്കൾക്കും ഒരുപോലെ സമാധാനം അനുഭവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തിയോടെ കർത്താവെ നിൻ്റെ കുഞ്ഞുങ്ങളെ നടത്തണമേ. അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ആഴത്തിൽ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. ലോകത്തിൽ ആരോടും പറയുവാൻ കഴിയാതെ ഹൃദയത്തിനകത്ത് അമേൻ സ്തോത്രം അത് അടിഞ്ഞു കിടന്ന് അസ്വസ്ഥമായി കിടക്കുന്ന ചില വിഷയത്തിൻ്റെ മേൽ ഇന്ന് അത് എങ്ങനെ അതിനൊരു മറുപടി ലഭിക്കും എന്ന് ഭാരപ്പെട്ട് പ്രയാസത്തോടെ ആരോടും തുറന്നു പറയുവാനും കഴിയുന്നില്ല. ആരോടെങ്കിലും പറഞ്ഞാലും അവർ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യും എന്നോർത്ത് ഭാരപ്പെട്ട് തകർന്ന് വേദനിച്ചിരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളോ ഏതെങ്കിലും വിഷയത്തിൽ അസ്വസ്ഥരായി കഴിഞ്ഞിട്ട് ഹല്ലേലൂയ അതെ മനസ്സിനകത്ത് നീറിപ്പൊകഞ്ഞ് ഉമിത്തി എരിയുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ജീവിതമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സമാധാനം നഷ്ടപ്പെട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ സമാധാനം ലഭിക്കാതെ മദ്യഷാപ്പിലും ലഹരി പദാർത്ഥങ്ങളും മറ്റ് വിനോദങ്ങളിലും ഏർപ്പെട്ട് അങ്ങ് സമാധാനം ലഭിക്കട്ടെ എന്ന് ഓർത്ത് ഇറങ്ങിപ്പോകുന്ന ഏതെങ്കിലും കുടുംബങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതൊന്നും സമാധാനം കൊടുക്കുന്നതല്ല. അത് ലോകം തരുന്ന സമാധാനം അത് ശാശ്വതമല്ല. ലോകം തരാത്ത ഒരു സമാധാനമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം കർത്താവേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിന്റെ കുഞ്ഞുങ്ങളുടെ പ്രതികൂലങ്ങളിലും പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അപ്പൻ്റെ കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയും അവരോട് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കാണിച്ചതോർത്ത് നന്ദി പറയുന്നു. ഈ 2024 ഞങ്ങളെ വിട്ടുപോയി 25ലേക്ക് കയറുവാൻ ഞങ്ങൾക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു. ഞങ്ങളുടെ സമപ്രായക്കാർ ഞങ്ങളെക്കാൾ മൂത്തവരും ഇളയവരും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനകത്തെ എണ്ണത്തിലൊന്നുപോലും കുറയാതെ ഞങ്ങളെ സൂക്ഷിച്ചത് ഞങ്ങൾ വിശ്വസ്തരായതുകൊണ്ടല്ല, ഞങ്ങൾ നല്ലവരായതുകൊണ്ടല്ല, ദൈവം നല്ലവനും വിശ്വസ്തനുമായതുകൊണ്ടാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കരുണ തോന്നണം, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ കർണാടക സംസ്ഥാനത്തിന് മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ഈ 31 ജില്ലകളിലും ഒരു ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ. ഈ ദേശത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ വ്യാപരിക്കണമേ. ഞങ്ങൾ ഈ ദേശത്തെ ഓർത്ത് വളരെ ദുഃഖിക്കുന്നു കർത്താവെ. ഈ ദേശത്തിൽ അവിടവിടങ്ങളിൽ അമേൻ സങ്കടങ്ങളിൽ, പ്രതികൂലങ്ങളിൽ, പ്രശ്നങ്ങളായിരിക്കുന്ന ഒരു കൂട്ടം ജനം, അപ്പോൾ തന്നെ കർത്താവെ മ്ലേച്ഛതകളിൽ അകപ്പെട്ട് കിടക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, ഒരു കൂട്ടം ജനം നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഭാരപ്പെട്ട് അമേൻ ലോകത്തിൻ്റെ സുഖങ്ങൾക്കും ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലും പെട്ടുകിടക്കുന്ന ഒരു കൂട്ടം ജനം, അവരൊക്കെ വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യൂത്തുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ, യുവജനങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ. അന്യ സംസ്ഥാനങ്ങളിൽ വിദേശങ്ങളിലൊക്കെ വന്ന് പഠിക്കുന്ന ഞങ്ങളുടെ മക്കളുണ്ട്, അവരെയൊക്കെ സഹായിക്കണമേ. ടീനേജിൽ കർത്താവെ അവർ ലോകത്തിൻ്റെതായ അമേൻ ഇമ്പങ്ങളിൽ നിന്നും പെട്ടുപോകാൻ കർത്താവുമായി ആഴമായ ബന്ധം സ്ഥാപിപ്പാൻ ദൈവം സഹായിക്കണം. കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന സകല കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇവിടെയുള്ള ആബാലവൃദ്ധം ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്തൃവേല ചെയ്യുന്ന കർത്തൃദാസന്മാർ, കുടുംബങ്ങൾ, വിശ്വാസി സമൂഹം കർത്താവെ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗികളായി, ക്ഷീണിതരായി, പ്രതികൂലം അനുഭവിക്കുന്ന, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടുത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, ഭരണാധികാരികൾ, മത നേതാക്കന്മാർ, ഹല്ലേലൂയ, സകല കർത്താവെ ഡിനോമിനേഷനിലെ സകലരെ ഓർത്ത് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. വിവിധ പ്രതികൂലങ്ങൾ കൂടി ഞങ്ങളുടെ ദേശം കടന്നു പോകുമ്പോൾ കർത്താവെ കേരളത്തോടങ്ങ് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അപകട മരണങ്ങൾ വളരെയധികം വർദ്ധിക്കുമ്പോൾ കർത്താവെ വിവിധ ഹല്ലേലൂയ സ്തോത്രം അതെ അനവധി കർത്താവെ കഷ്ടങ്ങൾ കൂടി കടന്ന് മരണപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം ജനം, അവരുടെ കുടുംബങ്ങൾക്കൊക്കെ വളരെ അസമാധാനമായിട്ട് അവർ കഴിയുമ്പോൾ ലോകം കൊടുക്കാത്ത സമാധാനം കൊണ്ട് നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അതുപോലെ കർത്താവെ കേരള സംസ്ഥാനത്തുള്ള അപകടം നടന്ന എല്ലാ മക്കളെയും അവരുടെ അപകടം നടന്ന മക്കളുടെ എല്ലാ കുടുംബങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. അവർക്ക് സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലുകളിലായി കിടക്കുന്ന ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ ഹല്ലേലൂയ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഉമ്മായ MLA വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസി റിക്കവറിയായി എത്രയും പെട്ടെന്ന് ഭവനത്തിൽ മടങ്ങി ചെല്ലുന്നിടം വരെ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. ആ ഇന്നർ ഓർഗൻസിനെയൊക്കെ അങ്ങ് സൗഖ്യമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അതുപോലെ കർത്താവെ ഈ ദിവസങ്ങളിൽ കർത്താവെ ഇടുക്കിയിലൊക്കെ നടന്ന അപകടങ്ങൾ, KSRTC ബസ് ടൂറിന് പോയപ്പോൾ സംഭവിച്ച അപകടങ്ങൾ, അഞ്ചല കർത്താവെ പാമ്പൊക്കെ കടിച്ചെന്ന് പറഞ്ഞല്ലോ കർത്താവെ. നിന്റെ മക്കളുടെ കർത്താവെ അവരുടെ കുടുംബാംഗങ്ങളെ വേണ്ട ആശ്വാസം സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ 28 സ്റ്റേറ്റിൽ 9 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ആഴമേറിയ ദൈവിക ചൈതന്യം ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ജയിലറുകളിലൊക്കെ കിടക്കുന്ന കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ നേപ്പാളിലെ കർത്താവെ ഭൂചലനത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അപകടം കർത്താവെ അവിടെയൊക്കെ മരണങ്ങൾ ഒരുപാട് സംഭവിച്ചു. ഇനി മരണസംഖ്യ കൂടാതെ കർത്താവിൻ്റെ ഉള്ളങ്കരത്തിൽ അവരെ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടം അനുഭവിക്കുന്ന മക്കളുണ്ടോ അവരെയൊക്കെ അങ്ങ് ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിദേശങ്ങൾ, സ്വദേശങ്ങൾ, അന്യ സംസ്ഥാനങ്ങൾ, മിഷണറി യാത്രയായിരിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്ലെയിനിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, താവേ വാഹനത്തിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവരെ രക്തക്കോട്ടയിൽ മറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. 5 ഭൂഖണ്ഡങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ കർത്താവെ പ്രവൃത്തി വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവസാന നിമിഷ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി. ഈ വരവെങ്കിൽ സകല ജനവും ഒരുക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സഹോദരങ്ങൾ, ബന്ധുക്കൾ, ചാർച്ചക്കാർ, ദേശം, രാജ്യം, ലോക രാജ്യങ്ങളെ മൊത്തമായി തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിവിധ പ്രശ്നങ്ങളായിരിക്കുന്ന കുടുംബങ്ങൾ, തലമുറകൾ, പ്രശ്നങ്ങൾക്കകത്ത് കർത്താവെ ഒരു സമാപ്തി ഇല്ലയോ എന്ന് ചോദിച്ച് നീറിപ്പുകയുന്ന കുടുംബാംഗങ്ങൾ, താവേ സ്തോത്ര ഹല്ലേലൂയ, തകർന്നു കിടക്കുന്ന കുടുംബ ജീവിതങ്ങൾ, കർത്താവെ കുഞ്ഞുങ്ങൾ, പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്ന മക്കൾ, അമേൻ വിവാഹപ്രായവരുടെ കർത്താവെ അവരുടെ വിവാഹം നടക്കാതെ, കല്യാണം കർത്താവെ നടക്കാത്തവർ, ഹല്ലേലൂയ, തലമുറകളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വിദ്യാഭ്യാസത്തിന് കഷ്ടം അനുഭവിക്കുന്ന മക്കൾ, എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കൾ, ഒറ്റപ്പെട്ട് കിടക്കുന്ന മാതാപിതാക്കൾ, മക്കൾക്ക് നോക്കുവാൻ മനസ്സില്ലാതെ മാതാപിതാക്കൾ സങ്കടത്തോടെ ദിവസം കഴിച്ചു കൂട്ടുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അവരുടെ ഏതൊക്കെ വിഷയം കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നു അവരുടെയൊക്കെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ ഞങ്ങൾക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന ഭാഗ്യ പദവിക്കായി സ്തോത്രം.
കർത്താവെ, ഈ ലോകം കൊടുക്കാത്തൊരു സമാധാനം കൊണ്ട് സകല ജനത്തെ നിറയ്ക്കണമേ. ആ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി. ഇന്ന് പകൽക്കാലവും ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സകല മേഖലകളിലും അങ്ങയുടെ അത്ഭുത പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, മരണക്കെട്ടുകളിൽ നിന്ന് ദേശത്തെ, രാജ്യത്തെ, ലോകരാജ്യങ്ങളെ വിടുവിച്ചതിനായി സ്തോത്രം. അതിനെല്ലാം ഉപരി ദൈവത്തെ കാണുവാൻ, ആത്മീക മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ, അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാൻ, കർത്താവെ ഉയരത്തിലുള്ളത് ചിന്തിപ്പാൻ തക്കവണ്ണം എല്ലാ മക്കളെയും സഹായിക്കണമേ. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായെന്നുള്ള കർത്താവെ സകല ലക്ഷണങ്ങളും വിളിച്ചറിയിക്കുമ്പോൾ ദൈവമേ, മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് ഏകരക്ഷകൻ കർത്താവ് മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൽ മാത്രമേ പ്രത്യാശയുള്ളൂ. ആ ദൈവം മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ദൈവം ഒന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം സകല കണ്ണുകളെ അങ്ങ് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കും. ഇന്ന് പകൽക്കാലവും ഞങ്ങളെ ജയോത്സവമായി നടത്തിയ ദൈവത്തെ ഞങ്ങൾ ഒരുമിച്ച് മഹത്വപ്പെടുത്തുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സകല വിധമായ സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകളെ കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.